ഇന്ന് പ്രാക്ടീസ് ഗ്രാനിയാണ് കളിക്കാൻ പോകുന്നത്. സൗണ്ടിട്ട് എന്തോ വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മൾ ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈസി ആയിട്ടൊന്നും കളിച്ചിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. ബട്ട് ഞാൻ ലോക്കാക്കാൻ നോക്കടാ. ഗ്രാനി ഇലുമിനാണ്ടി അടുത്ത ഇതില്ലേ ആ ലോക്കൊക്കെ നമ്മൾ ആടിയില്ലേ ഗരാജിൻ്റെ അവിടുത്തെ കാണിച്ചു തരാം. ഞാൻ ഈസി ആയിട്ട് കളിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ പൂട്ടാൻ വന്നു. രണ്ടാമത്തെ പ്രാവശ്യം പൂട്ടിയെന്നാവുന്നേ. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ജനം എന്നു. പിന്നെ ഞാൻ ഒന്നും കൂടെ പൂട്ടാൻ വന്ന് നോക്കി. നേച്ച് കണ്ടിട്ടില്ലായിരുന്നു ഇതില്ലാത്ത. ഞാൻ ഇതിൻ്റെ അകത്താണ് നോക്കുമ്പോൾ ഈ സാധനം ഇല്ല. ഞാൻ പേടിച്ച് ഒറ്റ ഓട്ടത്തിന് അതിൻ്റെ അത് കയറി വിളിച്ച്. എനിക്ക് റെഡിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മുകളിലത്തെ റൂം അപ്പോൾ അടിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർക്കല്ല വെപ്പങ്കി. വെപ്പങ്കി വെച്ചൊരു ഉപകാരമുണ്ട്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. എന്തെങ്കിലും എസ്കേപ്പ് ചെയ്യാം. ഡോർ എസ്കേപ്പ് എങ്കിൽ ഡോർ എസ്കേപ്പ്. അതിന് മുന്നേ ഇവിടെ ഒക്കെ സെർച്ച് ചെയ്യാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ അട്ടിട്ട് കണ്ടു ഒരു പാർട്ട്. അത് വേണ്ട. നീ വെപ്പങ്കി വെച്ച് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് മാത്രമാണ്. നമ്മൾ ഗ്രാനി അത്രയ്ക്കും പ്രൊഫഷണലൊന്നുമല്ല. അപ്പം നമ്മൾ ക്രോബ് മാറ്റി. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നത്. ആദ്യം സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നില്ല. കിട്ടുന്ന സാധനം വെച്ച് തുറക്കേണ്ട സാധനം എടുത്ത് തുറക്കുക. അതേ ഉള്ളൂ. ഇത് കാർക്കി. കാറിൻ്റെ അകത്ത് എന്താ കിട്ടുക നോക്കാം. കാർ എസ്കേപ്പിൻ്റെ കാർക്കി കിട്ടി. പക്ഷേ കാറിൻ്റെ അകത്ത് എന്താ കിട്ടുന്നത്? വെപ്പങ്ങൾ എന്തായാലും കിട്ടത്തില്ല. ഹാമർ കിട്ടുമായിരിക്കും. അല്ല, ബേഡ് സീഡ്. ബേഡിൻ്റെ അവിടെ എന്താ നമുക്ക് പോയി നോക്കാം. നമുക്ക് ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ സ്പൈഡർ റൂമിലോട്ട് പോയായിരുന്നു. ഒന്നിവിടെ എല്ലാവരും ആലോചിച്ചോ. ഒന്ന് ഇക്കടെ എന്താണ് മാസ്റ്റർ കീ. ഇപ്പോഴേ മാസ്റ്റർ കീ ഇട്ടിട്ടൊരു ഉപകാരമില്ല. അതിന് 2-3 ഇതൊക്കെ വേണം. കട്ടിംഗ് പ്ലേസ് വേണം. കട്ടിംഗ് പ്ലേസ് അടിയിലോട്ടൊന്ന് പോയി നോക്കട്ടെ. ഒരു കാര്യമില്ല. അവിടെ കട്ടിംഗ് പ്ലേസ് ഇല്ല. ഏതാ എനിക്കറിയാം. അതുകൊണ്ടത് വായിച്ചിട്ടില്ല. സംതിങ് ഇൻസൈഡ് മറ്റേ തണ്ണിമത്തൻ. അതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ്. സംതിങ് ഇൻസൈഡ് ഫ്രൂട്ട്സ് അതിൻ്റെ അകത്ത് ലാസ്റ്റ് എഴുതും. അതിൻ്റെ 5th ഡേ ആണ് ഇത്. സ്പൈഡർ റൂം. ഞാൻ വരുന്നടാ. സ്പൈഡർ റൂമിലോട്ട് വരുന്നു. കോഡ് കിട്ടി. കോഡ് വെച്ചൊരു കാര്യം ചെയ്യാം. നമുക്ക് തുറന്ന് കിട്ടേക്കാം. ഡോർ സ്കേപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയ
ചെയ്താൽ നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യും പ്രാക്ടീസിൽ. അല്ലാതെ ഞാൻ ഡോർ എസ്കേപ്പ് പോയിട്ട് ഒരു എന്താ എൻ്റെ കാലിൽ ഒന്നുമില്ലല്ലോ. സ്ലോ അയ്യോ എൻ്റെ കയ്യിൽ കടിക്കില്ല. ഒരു പോകുന്നില്ല. നമുക്ക് സ്പെഷ്യൽ കീ ഉപയോഗിക്കുന്ന ആ റൂമിലോട്ട് പോകണം. അതാ അവള്. സ്പൈഡർ അവിടെ ഉണ്ടാവും. അയ്യോ സ്പെഷ്യൽ കീ ഇല്ല. സ്പെഷ്യൽ കീ ഉണ്ടായെങ്കിലും എനിക്ക് അവിടോട്ട് പോകുമായിരുന്നു. തന്നിട്ട് പോവും. എടി സ്പൈഡർ കീ എന്നിട്ട് പോയി. സ്പൈഡർ കീ താടി. എടി സ്പൈഡർ കീ തന്നിട്ട് പോവും. ഞാൻ പോവാ. നമ്മൾ കിച്ചൺ നോക്കിയിട്ടില്ല. സ്പൈഡർ കീ അതിൻ്റെ മുന്നേ സ്പൈഡർ കീ എടുത്ത് താഴ്ത്തിടാം. എന്നിട്ട് നമുക്ക് ഇതുവഴി ചാടാം. നമ്മളിതുവരെയായിട്ട് ഒട്ടും നോക്കിയിട്ടില്ല. വീഡിയോ പറഞ്ഞിട്ട് 6 ആയി. ചെയിൻ കട്ടറൊക്കെ കിട്ടി. നമുക്ക് ഇവിടെ മുറിക്കാം. എന്നാ അപ്പോൾ നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാമേ. അതിന് പാഡ്ലോക്കും കീയും ഹാമറും കൂടെ വേണം ഡോർ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ. മാസ്റ്റർ കീ എവിടെ നിന്ന്? വേർ ഈസ് മാസ്റ്റർ കീ? ഇതാ കിടക്കുന്നു മാസ്റ്റർ കീ. അവസാനമാണ് മാസ്റ്റർ കീ ഉപയോഗിക്കേണ്ടത്. ബാക്കിയൊക്കെ സ്പൈഡർ റൂമിലായിരിക്കാം. ഞാൻ എവിടെയെങ്കിലും കിച്ചൺ അവിടെ ചെക്ക് ചെയ്തപ്പോഴേ ഉള്ളൂ. ബാക്കിയൊക്കെ സ്പൈഡർ റൂമിൽ ചെക്ക് ചെയ്യാം. പിന്നെ വയ്യ ബാക്ക്